കറിക്കോ അല്ല സപ്പോർട്ട്. അപ്പൊ ഇത് ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടാണ്. വാഗമണിലേക്ക് വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് സ്ഥലത്തിന് പേരൊന്നും പറയാൻ പാടില്ല, എങ്കിലും നല്ല ബ്യൂട്ടി ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനുള്ള ലൊക്കേഷനിലേക്ക് എത്തിപ്പെട്ടു. ഏകദേശം ഒരു 5:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഈ മലയിൽ കയറിയത്. ആ സമയത്ത് എന്ന് പറയുമ്പോഴേക്കും ഫുള്ള് വെട്ടം വീഴാതെ അങ്ങനെ കിടക്കുക. പോരാത്തിനെന്ന് പറയുമ്പോൾ മുട്ടുക്കത്ത് തണുപ്പ്, പല്ലൊക്കെ അങ്ങ് കൂട്ടി ഇടിച്ചിട്ടിരിക്കണായിരുന്നു. പിന്നെ അങ്ങനെ കുറേ നേരം നിന്ന് നമ്മൾ ആ തണുപ്പോടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് അങ്ങനെ നമുക്ക് ഓക്കെ ആയി. അങ്ങനെ ഞങ്ങൾ ക്യാമറ പറഞ്ഞ രീതിക്ക് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മലയിലോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഇവിടെ ഒരു ഏകദേശം 7 മണി 7:30 ആകുമ്പോഴേക്കും വെട്ടം വീണ് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ഫോട്ടോ കിട്ടത്തില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒട്ടും മടിക്കാണ്ട് നേരെ കയറിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയായപ്പോഴേക്ക് ഞങ്ങൾ ചേർത്തലെന്ന് പുറപ്പെട്ടതാണ്. ഇവിടെ ഒരു 5:30 ആയപ്പോഴത്തേക്ക് ഒരു 2.5 മണിക്കൂറത്തേക്ക് യാത്ര നമുക്ക് ഇവിടെ നിന്ന് വരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. ക്യാമറവും ഞങ്ങളുടെ ഒരു ഒറ്റക്കാരെ ആവശ്യപ്പെട്ടുള്ളൂ. ഇവിടെ ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ഉണ്ട്. നമുക്ക് എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ടൈമാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ വെയിൽ വരും, പിന്നെ നമുക്ക് നല്ല ഫോട്ടോസൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സമയം അധികം കളയാണ്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾ 2 കോസ്റ്റ്യൂമൊക്കെ പ്ലാൻ ചെയ്തത്. വെയിൽ വരും, പിന്നെ നമുക്ക് ലൈറ്റൊന്നും കിട്ടത്തില്ല, അങ്ങനെ ഒരു ഇഷ്യൂസ് വന്നുകൊണ്ട് നമ്മൾ ഒരൊറ്റ കോസ്റ്റ്യൂമിൽ പരിപാടിയൊക്കെ തീർക്കാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞങ്ങൾ ആദ്യം ചൂസ് ചെയ്തത് ഈ ഒരു മരവും ഈ ഒരു ഫ്രെയിമൊക്കെയാണ്. എടുത്തു പറയേണ്ട ഒരൊറ്റ കാര്യം, ഇവിടെ കൊണ്ടേ ക്യാമറ വെച്ചാലും ഒട്ടുക്കത്ത ബ്യൂട്ടി ഫ്രെയിമൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ തിരിച്ചോണ്ട് ഓക്കെ സ്മൈൽ ബ്രോ. ഇത് തിരിച്ചോണ്ടിരിക്കാവോ? ഓക്കെ സൈലോട്ട് ഏഞ്ച് ചെയ്ത് നേരെ പുറകോട്ട് നോക്കി. അല്ലല്ല മീൻസ് ഈ സൈഡിലേക്ക് നോക്കി, ആ സൈഡിലേക്ക് ബ്രോ ഒന്ന് അടുപ്പിച്ച് ഒന്ന് അടുപ്പിച്ചു. സൈലും അങ്ങോട്ട് നോക്കി. ഓക്കെ അത്ര ഏഞ്ച് ചെയ്യണ്ട. അത് ഡൗൺ ലുക്ക് ഡൗൺ. ഇത് ഇവിടെ ഈ സൈഡ്. ആ ഓക്കെ ബ്രോ വൈഡ് നോക്കി. സൈഡ് തിരിച്ചു. ഓക്കെ സ്മൈൽ. ഓക്കെ അങ്ങനെ ചേഞ്ച് ആവല്ലേ. അടുത്ത 85 തരാമോ? 10 മിനിറ്റ്. ഓക്കെ ബ്രോ സെയിം അങ്ങനെ ബ്രോ. ഓക്കെ ഒന്ന് ഫേസ് ടു നോക്കി. ഓക്കെ രണ്ടുപേരും ജസ്റ്റ് ഒന്ന് ഇവിടെ നോക്കാവോ? ഫേസ് ഒന്ന് ബ്രോഡ് ഇങ്ങോട്ട് അടുത്ത് വന്ന് ഡൗൺ ചെയ്ത് ലുക്ക് ഡൗൺ ചെയ്ത് വോക്ക് ചെയ്ത് തരാൻ പറ്റുമോ? അത് കുറച്ചും ചേഞ്ച് ചെയ്തിരുന്നേ. ആ ലുക്ക് അവിടെ കൊടുത്ത് അത് ക്ലോസ് ചെയ്ത് വെച്ചോ. കൈ ഇങ്ങനെ സെപ്റ്റോ ബ്രോ അവിടുന്ന് നടന്നാ മതി. അല്ല അടുത്തോട്ട് വന്നാ മതി. എന്നെ നോക്കണ്ട അങ്ങനെ നോക്കി. ഓക്കെ അല്ലേ ബ്രോ? പോര്. ഓക്കെ നേരെ നടന്നിങ്ങോട്ട് പോര്. ഓക്കെ നോക്കണമെന്നില്ല. ഫ്രീ ആയിട്ടാണ് ഫ്രീ ഡിസ്റ്റൻസ്. ഓക്കെ അല്ല റെഡി 1 2 3 നേരെ ഫ്രണ്ടിലേക്ക് നോക്കി നടക്കാം രണ്ടുപേരും. അതേ ഇല്ല താഴത്തേക്ക് നോക്കി നടക്കാം. ചുമ്മാ നോർമലി ഇറങ്ങി വരില്ലേ, അതുപോലെ വന്നാൽ മതി. ഒറ്റ മിനിറ്റ്. ഓക്കെ കൈ പിടിച്ചൊന്ന് ഇറങ്ങിക്കുക താഴത്തോട്ട്. ഓക്കെ ഇറങ്ങി നേരെ അല്ല നേരെ അടുത്തേക്ക് ഇറങ്ങിക്കും. അങ്ങോട്ട് തന്നെ ഇറങ്ങിക്കും. കുറച്ചുകൂടി ബാക്കിലോട്ട് പോകും. നേരെ ഇറങ്ങി പോരും. ഇവിടെ മതി മരത്തിന്റെ നേരെ ഇറങ്ങി വന്നാ ഇത് ഫുള്ള് കിട്ടാൻ വേണ്ടിട്ട്. ഓക്കെ റെഡി 1 2 3 വന്നോ. കൈ പിടിച്ചോ. ഓക്കെ സാധനം കുറച്ച് ഫ്രണ്ടിലോ അല്ലേ. ഓക്കെ റെഡി 1 2 3 വന്നേ ബ്രോ. കുറച്ച് അടുത്ത് വന്നേ ബ്രോ. സാധനം തിരിഞ്ഞു നോക്കിയേ. ഓക്കെ അങ്ങനെ പോര്. ഓക്കെ സാധനം കുറച്ച് മുന്നോട്ട് വരാമോ? ഓക്കെ അത് ബ്രോ ഫ്രണ്ടിൽ വന്നിട്ടില്ലേ സാധനം ബാലൻസ് ചെയ്ത് ഇറക്കൂലേ ബ്രോ? അവിടെ തന്നെ നിന്നോ. അത് കുറച്ച് കയറുവാ. അപ്പൊ അതിന് ഇങ്ങോട്ട് തിരിഞ്ഞു ബ്രോ. കൈ ഒന്ന് ഓഫർ ചെയ്ത്
മറ്റേ നടന്ന് ഒന്ന് വലിച്ചെന്ന് ഇറക്കിയാ മതി. ഇറക്കണ നമ്മൾ താഴത്തോക്കി തന്നെ ഇറങ്ങിക്കോ. ഞാൻ പറയുമ്പോളെ കൈ ഇപ്പൊ കൊടുക്കണ്ട, കൈ ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, നിങ്ങൾ ഫേസ് നോക്കി നോക്കും. കൈ കൊടുത്തേ ബ്രോ, കൈ കൊടുത്തേ ബ്രോ. ഓക്കെ, താഴത്തേക്ക് നോക്കി ഇറങ്ങിക്ക്. ഓക്കെ, സ്മൈൽ. അവിടെ ജസ്റ്റ് ഒന്ന് ചാടി മേത്തോട്ട് പിടിച്ചാ കുറച്ച് ഉള്ളിലോട്ട് കയറിക്കാവോ? അല്ല, ബ്രോയുടെ മേത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് ചാടി പിടിക്കാൻ പറ്റും. അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചാ ജസ്റ്റ് ഇങ്ങനെ നമ്മള് വീഴത്തില്ലേ അതുപോലെ. ബ്രോ കുറച്ച് കയറി, ബ്രോ കുറച്ച് കയറി തോന്നുന്നു. മതി മതി മതി. ഓക്കെ 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 ഓക്കെ. റെഡി, 1 2 3 ഗോ. ഓക്കെ ഓക്കെ. ഒട്ടിച്ചിരിച്ചേ ബ്രോ, ഒട്ടിച്ചിരിച്ചേ ബ്രോ. ജസ്റ്റ് കിപ്പിൽ പിടിച്ചൊന്ന് കറക്കിക്കേ ബ്രോ. കറയിക്കോ. അല്ല, അവിടെ ഇറക്കാൻ പറ്റുവാ? ആ ലെവല് സ്ലിപ്പായത് ലെവലില്ല അവിടെ. ആ പേരിന്റെ മുകളിൽ ലെവലില്ലേ? അല്ല, സാധനം നിക്കണ അവിടെ ലെവലല്ലേ? അല്ലേ? ആ മരത്തിന് അവിടെ പിടിച്ചിട്ടില്ല ബ്രോ. നേരെ ബാക്കിലോ, സാധനത്തിന്റെ ബാക്കിലോ? അല്ല, സാധനത്തിന്റെ ബാക്കിലോ? ആ ടീപ്പിൽ പിടിച്ചു. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ഇറക്കിയാ മതി. കാല് കൊള്ളാല് കറക്കുമ്പളേ. ഇപ്പൊ അങ്ങനെ നിന്നോട്ടെ, ഇപ്പൊ അങ്ങനെ നിന്നോ. ഓക്കെ, സ്മൈൽ ബ്രോ. സാധനം ചേഞ്ച് ചെയ്ത് നോക്കിയേ. ആ സാധനം ബ്രോ ഈ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തു. സാധനം ചേഞ്ച് ചെയ്ത് ബ്രോ നോക്കി. ഓക്കെ, നല്ല ചിരിച്ചു. ഓക്കെ, സ്മൈൽ ബ്രോ, സ്മൈൽ. അത് എനിക്ക് ചേഞ്ച് ആയാലോ ബ്രോ? അങ്ങനെ നിന്നോ. പ്ലീസ് അറിയത്തില്ല. ലിപ്പൊന്ന് ക്ലോസ് ചെയ്ത്, ലിപ്പൊന്ന് ക്ലോസ് ചെയ്ത്. ലിപ്പ് ക്ലോസ് ചെയ്ത്, ലിപ്പ് ക്ലോസ് ചെയ്തു. അയ്യൊന്ന് ക്ലോസ് ചെയ്ത്, കണ്ണ് ക്ലോസ് ചെയ്താ ലിപ്പ് ഇങ്ങനെ ഇറുക്കി പിടിക്കണ്ട, ഫ്രീ ആയിട്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കുറച്ച് ലീച്ച് ചെയ്തിട്ട് ക്യാമറ ഇട്ടോ ഇപ്പൊ. ഒന്ന് ഇവിടെ നോക്കിയാ രണ്ടുപേരും കെട്ടി ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്ത് ഫ്രണ്ടിലോട്ട് കുറച്ച് ലീൻ ചെയ്ത് അത് രണ്ടുപേരും കുറച്ച് മുന്നോട്ട്. ഓക്കെ, ലുക്ക് ഇവിടെ കൊടുത്തേ, ആ നിൽക്കുന്ന അവിടെ കൊടുത്തേ. നല്ലോണം ചിരിക്കാം. താഴത്തേക്ക് നോക്കി. ഓക്കെ, ജസ്റ്റ് കോമ്പ് ചെയ്ത ഹെയർ താഴത്തേക്ക് ഹെയർ കോമ്പ് ചെയ്ത് ഫ്രോയിഡ് നോക്കി. ഓക്കെ, സ്മൈൽ. രണ്ടുപേരും ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് നോക്കി, അങ്ങോട്ട് നോക്കി. അങ്ങോട്ട് നടന്നു രണ്ടുപേരും കഴിഞ്ഞു. നേരാണോ മീൻസ് അങ്ങോട്ടാണോ? അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വന്നേ ബ്രോ. കൈയൊക്കെ വീശി വെക്കും. വലിച്ചെടുപ്പിച്ചോ. ഓക്കെ, അവിടെ ഇരുന്ന് ജസ്റ്റ് നടക്കാൻ പറ്റും. ബ്രോ ഒന്ന് വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞല്ലോ അങ്ങനെ അതിനൊന്ന് ഫേസിലോട്ട് നോക്കിയിരുന്ന പുള്ളിയോ. ആ കൈ ജസ്റ്റ് പൊക്കി പിടിച്ച ബ്രോ ഇങ്ങനെ. ഓക്കെ, കയ്യിലേക്ക് നോക്കി, രണ്ടുപേരും കയ്യിലേക്ക് നോക്കി. മാറില്ല, അങ്ങനെ നിന്നോ.
ബ്രോ അപ്പൊ ആ ഫോട്ടോഷൂട്ടും ഒക്കെ ഇവിടെ പാക്കപ്പ് ആയിട്ടുണ്ട്. സംഭവം അടിപൊളി സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ. കാര്യം രാവിലെ പോലെ നല്ല തണുപ്പ് കൊണ്ടിരിക്കുന്നതുകൊണ്ട് മൂക്കൊക്കെ കാണാൻ ഒരു പരുവത്തിനായി നിൽക്കുക. പക്ഷെ ഇവിടെ രാവിലെ വെയിൽ വന്ന ഒരു 6 മണിക്കൊക്കെ വരാൻ പറ്റുവാണെങ്കിൽ നല്ല ഇതുണ്ട്. ഒരു 7 കാലാകുമ്പോ തന്നെ ഈ ഒരു ക്ലൈമറ്റ് ആയി. അപ്പൊ സംഭവം എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ലൊക്കേഷൻ മുട്ടക്കുന്നിന്റെ ഏകദേശം ഏരിയ എന്നാ പറയുന്നത്. കൃത്യമായിട്ട് സ്ഥലം അറിയത്തില്ല. എങ്കിലും അടിപൊളിയാണ്.